വരണം സാർ, ഇരിക്കണം സാർ. എവിടുന്നാ? എടാ അന്ത്രുവേ. എന്താണ് കൊച്ചുണ്ണി? അല്ല മുതലാളി, സാറിനൊരു സ്പെഷ്യൽ ടീ. നിങ്ങളാണല്ലേ എന്റെ ഉടമസ്ഥൻ? അതെ, കൊച്ചുണ്ണി, കോട്ടയം കൊച്ചുണ്ണി എന്ന് പറയും. ഞാൻ വളരെ ഫേമസ് ആണ് സാർ. സാറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? ഇഞ്ചിമണി, പാച്ചൂർ, റീബോറി? ഇല്ല, അതൊന്നുമില്ല. മദ്രാസ് വരെ ഓടിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു മിസ്സിംഗ്. ചെറിയൊരു മിസ്സിംഗ്. എടാ അന്ത്രുവേ, ചായ വേണ്ട. വലിയ ഉപകാരം. കുറഞ്ഞത് 6 ദിവസമെങ്കിലും വേണ്ടി വരും, മാക്സിമം 2 days. എന്ത് വണ്ടിയാ? സ്റ്റാൻഡേർഡ് 2000. കഴിയുന്ന വേഗം കിട്ടണം. സ്റ്റാൻഡേർഡ് 2000 അല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത 5000 ഈ കൊച്ചുണ്ണിയുടെ കൈ കിട്ടിയാൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കും, ഇല്ല സ്റ്റാൻഡേർഡ് വരുത്തിയിടും. ഇതാണ് എന്റെ മദ്രാസ് അഡ്രസ്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് മദ്രാസിൽ എത്തിച്ചു തരണം. ഡ്രൈവർമാരുണ്ട്, പക്ഷെ ആരും വിശ്വസ്തരല്ല, ബുദ്ധിമുട്ടാണ്. ഇത് 5000 രൂപയുണ്ട്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ഉണ്ട് സാർ, വിശ്വസ്തരേ ഉള്ളൂ. വണ്ടി മദ്രാസിൽ എത്തിയാൽ 5000 കൂടി. എടാ അന്ത്രു, സാറിന് ഒരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ. വേണ്ട. വേണ്ടാന്ന് എന്റെ വർക്കർ. തനിക്ക് പരോൾ എത്ര ദിവസം കൂടിയുണ്ട്? തിങ്കളാഴ്ച വരെ. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തണം. തിങ്കളാഴ്ച രാവിലെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാം. ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിന്റെ നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പിമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും. ജ്വാലിയാ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റാണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? ഒരു ഭക്തി. ഞാനൊരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനൊങ്ങനെ വിചാരിച്ചോടോ? സത്യം. അത് തന്റെ വിവരക്കേടുണ്ടോ? പോയി വെള്ളം ചൂടാതെ നോക്കണോ. നിന്റെ പരോൾ എന്നാ കഴിയുന്നേ? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണം. എന്റെ നിന്നെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസ് ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. அப்பா என்ன பண்றீங்க? வேலையை கவரியப்பா. அங்கடா வேடிக்க. என்ன வண்டியா இது? டப்பாவா? നമ്മളാണോ മുതലാളി? என்ன நீங்க தானே முதலாளி?
என்னென்ன தொழிலாளியா? பார்த்தா தெரியல, நான் தாயா பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா காப்பாத்தணும். காப்பாத்தணுமா? எப்படி? அண்ணாச்சி இந்த வண்டி நம்ம வண்டி கிளாஸ் மாറ്റി വൈകുന്നേരത്തിനകം തരണം. இல்லைன்னா கொலை பண்ணிடுவேன். கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றீங்க? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി ഉങ്ങളെ അല്ല എന്നെ. അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ. മലയാളി, ഏഴை, പുവർ മാൻ. அடடா, இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு, வண்டி இங்க விட்டுட்டு நாளை காலையில வா. അയ്യോ നാളെ കാലയിലെയാ? ഇന്ന് വൈകുന്നേരം വേണം. யோ, முடியாதுன்னா முடியாதுதான். நாளை காலையில வாயா, போயா. டேய், வேலையை பாருடா. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்ப எடா பயங்கர தினத்தந்தி வரலையா இன்னைக்கு? வந்திருக்கே. கொஞ்சம் கூட. അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. வெள்ளப்பகுதியில் முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். பாதிக்கப்பட்டவர்களுக்கு உணவு பொட்டலம். മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. தேங்கி கிடக்கும் தண்ணீரை பம்பு வைத்து அகற்ற அதிகாரிகளுக்கு கட்டளையிட்டார். எடா தங்கப்பா, எடா பாருயா தங்கப்பா. டேய் தங்கப்பா, நில்லா புள்ளியா அவன. டேய் தங்கப்பா, டேய் ஏனானே தங்கப்பா, நான் நில்லா அவன. എടാ പാതിരാ. പാതിരാവാ? യാർ നീ? യാർ നീയാ? എടാ ഞാൻ തോമാ, തൊരപ്പൻ. തുറപ്പനാ? എന്ത് തുറപ്പൻ? എന്നെ നിനക്കറിയില്ലേ? നീ പേശരുത് എന്നെ മൊഴി. ഒന്നുമേ പുരിയില്ലേ. ഉനക്ക് എന്നപ്പാ വേണോ? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരായ്ക്ക് ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമനെ പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. പൈത്യം, എനിക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? ഇല്ല. മലയാളം തെരിയാതാ? തെരിയാത് തെരിയാത് തെരിയാത്. സോറി, ഞാൻ വേറെ മനിതനെന്ന് നനച്ചേ. വണക്കം. വണക്കം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം, പിടിച്ചു പറി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്.
2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്, അവിടെ തങ്ങിക്കോ. തുക്കടാ ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. வெயிட் பண்ண வேணாம். காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? சரி சார்.